ഓം ശാന്തി. ഇന്ന് നമുക്ക് ശബരി ആശ്രമത്തെക്കുറിച്ച് നോക്കാം. രാമലക്ഷ്മണന്മാര് സീതയെ തേടി വരികയാണല്ലോ. അങ്ങനെയാണ് കബന്ധൻ്റെ അടുത്തെത്തിയത്. കബന്ധനെ വധിക്കുന്നതിന് മുമ്പ് തന്നെ കബന്ധൻ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോകുമ്പോൾ ശബരി ആശ്രമമുണ്ട്, മാതംഗമുനിയുടെ ശബരി ആശ്രമത്തിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീതയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം തീർച്ചയായിട്ടും കിട്ടും. ആ ലക്ഷ്യം വെച്ചിട്ടവർ നടന്നു നീങ്ങി ശബരി ആശ്രമത്തിലെത്താൻ. ശബരി ആശ്രമം മാതംഗമുനിയുടെ ആശ്രമമാണ് ശരിക്കും. അത് അദ്ദേഹത്തിൻ്റെ സേവികയായിരുന്നു ശബരി. ശബരി ഒരു ഹീനജാതിയിൽ പെട്ടതാ. അതുകൊണ്ട് സ്വയം ഭഗവാനെ സ്മരിക്കാനുള്ള ശ്ലോകങ്ങൾ പഠിക്കാനോ, സംസ്കൃതം പഠിച്ചാലല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്തൊന്നും ഹീനജാതിക്കാർക്ക് സംസ്കൃതമൊന്നും പഠിക്കാനുള്ള അനുവാദം ഇല്ലല്ലോ. പക്ഷെ വളരെ ഭക്തിയാണ്. ഈശ്വരൻ്റെ അടുത്തെത്തണം, മോക്ഷം നേടണം, അതിനു വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ അതിനു വേണ്ടി ചെയ്യാൻ പറ്റുമോ അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു ദാഹമാണ്. അങ്ങനെ അനേക മഹാത്മാക്കൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാതംഗമുനിയുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിനും തപസ്സിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, പൂക്കൾ ശേഖരിച്ചു കൊടുക്കുക, എല്ലാം ആശ്രമത്തിലെ എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കുക. അതിൽ സന്തുഷ്ടനായിട്ട് അദ്ദേഹം മാതംഗമുനി ശരീരത്യാഗം ചെയ്യുന്നതിന് മുമ്പ് ശബരിക്ക് ഒരു വരം കൊടുക്കും. ശ്രീരാമൻ ശബരി ആശ്രമത്തിലെത്തുന്നു. ശ്രീരാമൻ വന്നു കഴിഞ്ഞാൽ ശബരിക്ക് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ലളിതമായ മാർഗം പറഞ്ഞു തരും. ആ മാർഗത്തിലൂടെ നിനക്ക് മോക്ഷപ്രാപ്തി കിട്ടും. അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പിന്നീട് ശബരി. കാരണം മുനിയുടെ വരല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ഫലിക്കും. അപ്പോൾ ഒരു നാൾ രാമൻ വരും. അങ്ങനെ കാത്തിരിക്കുക. ദിവസവും രാവിലെ മുതൽ ആളുടെ ജോലി എന്താ ചെയ്യുന്നത് വരെ രാമൻ വരുമല്ലേ. അപ്പം രാമൻ ഏത് ദിവസം വരികയെന്നറിയില്ല, എപ്പോഴാണ് വരികയെന്നറിയില്ല. അപ്പം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് റെഡി ആയി കഴിഞ്ഞ് രാമൻ നടന്നു വരുന്ന സമയത്ത് ആശ്രമത്തിലേക്ക് കടക്കാൻ വേണ്ടി വളരെ ദൂരത്തുനിന്ന് തന്നെ പാത ഒരുക്കുക, പൂക്കളിട്ടിട്ട് പാത ഒരുക്കുന്ന ജോലിയാണ് ആദ്യം. കാട്ടിലെല്ലാം പോയിട്ട് പൂക്കളെല്ലാം പൊട്ടിച്ചിട്ട് വരും. എന്നിട്ട് രാമൻ്റെ കാൽപാദം എവിടെയും പോകാൻ പാടില്ലല്ലോ, മണ്ണിലൊന്നും ചവിട്ടാൻ പാടില്ല. അതുകൊണ്ട് പൂക്കൾ കൊണ്ട് പാതയൊരുക്കുക. എന്നിട്ട് രാമൻ വരുമ്പോൾ സൽക്കരിക്കണ്ടേ, അതിനുവേണ്ടി കാട്ടിലെല്ലാം ഓടി നടന്ന് പഴങ്ങളെല്ലാം കുട്ടയിൽ ശേഖരിച്ച് വയ്ക്കുക. ഇതാണ് ആളുടെ ജോലി. നേരം വെളുത്ത വൈകുന്നത് വരയ്ക്ക് എൻ്റെ രാമന് വേണ്ടിയിട്ട് പൂവ്, എൻ്റെ രാമന് വേണ്ടിയിട്ട് പഴങ്ങൾ. അപ്പം മുഴുവൻ ദിവസവും മനസ്സിൽ എന്തേ ഉള്ളൂ, രാമൻ വരുന്നതിൻ്റെ ചിത്രം മാത്രമേ ഉള്ളൂ. ഒരേ ഒരു രാമനല്ലാതെ ശബരിയുടെ മനസ്സിൽ രണ്ടാമതൊരാൾ ഇല്ല, ഒരേ ഒരു ഭഗവാൻ. അത്ര ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയാണ് ശബരിക്ക്. അങ്ങനെ കാത്തിരിക്കുക. അപ്പം രാമനെത്തി കാത്തിരുന്നത് പോലെ. കാരണം കബന്ധൻ പറഞ്ഞല്ലോ ആശ്രമത്തിൽ ചെല്ലാൻ. വന്നപ്പോൾ ശബരിക്ക് സന്തോഷം കൊണ്ട് മറന്ന് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, എങ്ങനെയാണ് രാമനെ സ്വീകരിക്കേണ്ടേ, എങ്ങനെയാണ് സൽക്കരിക്കേണ്ടതെന്നറിയില്ല. അങ്ങനെ ആശ്രമത്തിലിരുത്തി സൽക്കാരമൊക്കെ കൊടുക്കും. കുട്ടയിൽ ദിവസവും ശേഖരിച്ച് വയ്ക്കണ്ടല്ലോ പഴം. അപ്പോൾ ഓരോ പഴം എടുത്തിട്ട് കുട്ടയിൽ നിന്ന് കടിച്ചു നോക്കും ആദ്യം. ഏതെങ്കിലും പുളിപ്പുണ്ടോ, കേടുണ്ടോ. കാരണം എൻ്റെ രാമന് കൊടുക്കല്ലേ, അപ്പോൾ കേടില്ലാത്തതേ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓരോന്നും എടുത്ത് കടിച്ചു നോക്കി നല്ലതാണെന്നുണ്ടെങ്കിൽ, നല്ല മധുരമുള്ളതാണെന്ന് മനസ്സിലായി ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അത് രാമന് കൊടുക്കും. അപ്പം രാമൻ അത് വാങ്ങി ഇങ്ങനെ അമൃത് പോലെ കഴിച്ചുകൊണ്ടിരിക്കും. ഇത് കാണുമ്പോൾ ലക്ഷ്മണന് നല്ല ദേഷ്യം വരും. ഈ കിഴവി എന്താ ചെയ്തുകൊണ്ടിരിക്കണേ, എൻ്റെ രാമന് കടിച്ചിട്ട് കൊടുക്കേ. എന്നിട്ട് രാമൻ്റെ മുഖത്ത് നോക്കുക, മാറി മാറി രണ്ടാളെയും നോക്കിക്കൊണ്ടിരിക്കുക. രാമനതിങ്ങനെ അമൃത പോലെ ഭുജിച്ചുകൊണ്ടിരിക്കുക സന്തോഷം കൊണ്ട്. എന്നിട്ട് ലക്ഷ്മണൻ്റെ അടുത്ത് പറയുക, ലക്ഷ്മണ, അയോധ്യയിലെ കൗസല്യ മാതാവ് ഊട്ടിത്തരുന്ന സ്മൃതിയാണ് എനിക്കിപ്പോൾ
ഉണരണത്. അപ്പോൾ രാമൻ്റെ അടുത്ത് ലക്ഷ്മണൻ ചോദിക്കുക, എന്താ അങ്ങ് എന്താ ചെയ്യണേ? അവർ കടിച്ചിട്ട് തരികയല്ല, അതും താഴ്ന്ന ജാതിക്കാരി കടിച്ചിട്ട് തരിക. അപ്പം രാമൻ പറയും, എന്തിനാ കടിക്കണേ? കേടുണ്ടോ, പുളിപ്പുണ്ടോ? എൻ്റെ രാമൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാൻ പാടുള്ളൂ, നോ ഡിഫക്റ്റ്, ഒരു കുറവുമില്ലാത്തത്. അപ്പം ഭഗവാൻ എപ്പോഴും കൊടുക്കേണ്ടത് ഏറ്റവും നല്ലത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അല്ല എൻ്റെ വീട്ടിൽ ആവശ്യമില്ലാത്തതൊക്കെ കൊണ്ടുപോയി ഭഗവാന് കൊടുക്കാം, അങ്ങനെയല്ല. ഏറ്റവും നല്ലത് ഭഗവത് സേവ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എനിക്ക് വേണ്ടാത്തതൊക്കെ ദൈവത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ കാര്യമൊക്കെ നടക്കണമെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുക, അങ്ങനെയല്ല. ഏറ്റവും ഒന്നാന്തരമായിട്ടുള്ളത് എന്താണോ അത് ഭഗവാന് സമർപ്പിക്കുക. അപ്പോൾ രാമൻ പറയും, അതിൻ്റെ നീ എന്ത് ചെയ്യണോ ശബരി എന്നല്ല നോക്കേണ്ടത്, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണേ? അതിൻ്റെ പിന്നിലെ ഭാവന, ശബരിയുടെ ഭാവന, എൻ്റെ രാമൻ ഏറ്റവും നല്ലത് കൊടുക്കുക. അപ്പോൾ ആ ഭാവനയാണ് ഭഗവാൻ സ്വീകരിക്കണം. അപ്പോൾ ഈശ്വരന് ഒരിക്കലും നമ്മൾ എന്താ കൊടുത്തത്, ഭഗവാന്റെ ഭണ്ഡാരയിൽ കൊണ്ടുപോയി അമ്പലത്തിലാകട്ടെ പള്ളിയിലാകട്ടെ എവിടെ വഞ്ചി വെച്ചാലും ഞാനതിൽ കൊണ്ട് 500 രൂപ ഇട്ടോ, 5000 രൂപ ഇട്ടോ, 5 രൂപ ഇട്ടോ, 50 പൈസ ഇട്ടോ, അല്ല 5 ലക്ഷം കൊണ്ടിട്ടോ, ഭഗവാൻ അതെല്ലാം നോക്കണേ. പിന്നെയോ ഓടി നടന്ന് നമ്മളും എല്ലാവരും ഭഗവത് സേവ ചെയ്തു. ഇപ്പോൾ രാമായണ മാസക്കാലാണല്ലോ, എല്ലാവരും രാമായണ പാരായണവും ക്ഷേത്രങ്ങളിലെ സർവീസും എല്ലാം ചെയ്യും. ഭഗവത് സേവ നമ്മളെല്ലാവരും അവരവരാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഏത് ഭാവത്തോടെ ചെയ്യണേ, ഏത് ഭാവനയോടെ ചെയ്യണേ. കാരണം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഭഗവാൻ ഫലം നൽകുന്നത് ഭാവനയ്ക്കാണ്. ഭഗവാൻ എന്ത് ചെയ്യുന്നു നമ്മൾ നല്ല നോക്കുക, പിന്നെ ഏത് മനസ്സോടുകൂടി ചെയ്യണം, ആ ഭാവനയ്ക്കാണ് ഫലം പ്രാപ്തമാകുന്നത്. ഇപ്പം നമ്മൾ കൂടുതലും കാണുന്നത് എന്താണ്? ഒന്നുകിൽ എനിക്ക് എൻ്റെ ഇന്ന കാര്യം നടക്കണം, അതിനുവേണ്ടി വെച്ചോ നീ ഭഗവാനെ, ഈ വഴിപാട് ഞാൻ കഴിക്കാം, ഈ നിറമാല ചാർത്താം. എൻ്റെ കാര്യം നടന്നില്ലെങ്കിലോ, നിനക്ക് നിറമാലയില്ല, തിരിയില്ല, അർച്ചനയില്ല, വഴിപാടും ഇല്ല, ഒന്നുമില്ല. ഇനി അടുത്തത് എന്താണ്? ഞാൻ ഇത്ര ടിൻ എണ്ണ തരാം, അല്ലെങ്കിൽ ഞാൻ ഗോപുരവാതിലുണ്ടാക്കി തരാം, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നടപ്പന്തൽ ഉണ്ടാക്കി തരും. പക്ഷെ എങ്ങനെ കണ്ടീഷനുണ്ട്, അവിടെ എൻ്റെ പേരുണ്ടായിരിക്കണം, എൻ്റെ തറവാട്ടിൻ്റെ പേരുണ്ടായിരിക്കണം, ഇന്ന തറവാട്ടിലെ ഇന്ന ആളുടെ വക സമർപ്പണം. അവിടെ കാലാകാലങ്ങൾ ആ വാതിൽ എഴുതി വെക്കുകയാണെങ്കിൽ കൊടുക്കും, എഴുതി വെക്കണം എന്നുള്ളതാണ് നമുക്ക്. അല്ലെങ്കിൽ മക്കിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം, ഇന്നത്തെ വിളക്ക് ഇന്നയാളുടെ വകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കും. കാരണം എന്താ? നമുക്ക് എല്ലാത്തിലും പേര് വേണം, പ്രശസ്തി വേണം, എല്ലാവരും അറിയണം ഞാനാണിത് ചെയ്തത്. പക്ഷെ നമ്മൾ സേവനത്തെക്കുറിച്ച് എന്താ കേട്ടിട്ടുള്ള? ഗുപ്ത സേവനം എന്നാണ്, ഗുപ്തദാനം മഹാപുണ്യം എന്നാണ്, അതാ കേട്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ എന്താണ്? ആലോചിക്കുക. അപ്പം നമുക്ക് ആ സേവനത്തിന് എന്ത് കർമ്മം ചെയ്താലും ഫലമുണ്ട്, നല്ലതിന് നല്ലത് കിട്ടും. പക്ഷെ നമ്മൾ പേരും പ്രശസ്തിക്ക് ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ എന്തായി? പേര് കിട്ടും, പ്രശസ്തിയും കിട്ടും. പക്ഷെ ആ സേവനത്തിൻ്റെ ഫലം പേരോടെ പ്രശസ്തിയോടെ കഴിച്ചു തീർത്തു, പിന്നെ അതിനൊരു ഗുപ്ത പുണ്യം ഉണ്ടാകില്ല. പ്രത്യക്ഷത്തിൽ കഴിച്ചു തീർത്തു അപ്പം തന്നെ, അത് പാകാകാത്ത ഫലം കഴിക്കും പോലെ, പഴുക്കാൻ വെക്കാനുള്ള ക്ഷമയില്ല, അതുപോലെ ആയിപ്പോ. അവസാന രാമൻ ഇവിടെ പറയുന്നതിന് മുമ്പ് ശബരിക്ക് മുക്തിക്കുള്ള യുക്തി പറഞ്ഞു കൊടുക്കുക. ഭക്തി പറഞ്ഞാൽ എന്താണ്? ഭക്തിയിലൂടെ നമുക്ക് മുക്തി കിട്ടണം, ഭക്തി മുക്തിക്കാണ്. അപ്പം മുക്തിക്കുള്ള വഴി, വളരെ ലളിതമായ വഴി ശബരിക്ക് പറഞ്ഞു കൊടുക്കും. ശബരിയോട് പറയും, മോക്ഷം കിട്ടാൻ നവതാ ഭക്തി ചെയ്താൽ മതി. 9 കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കണം രാമൻ. ഏറ്റവും ആദ്യം പറയുന്നത് സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം, അവരുമായിട്ട് കൂട്ടുവയ്ക്കും. സജ്ജനങ്ങളിൽ നിന്ന് മാത്രമേ കേൾക്കാവൂ. രാമായണത്തിന് മുഴുവൻ അതല്ലേ പറയണേ, തെരഞ്ഞു പിടിച്ച് നല്ലത് കേൾക്കണം. ഈ കാതിൽ വേണ്ടുന്നതും വേണ്ടാത്തതൊക്കെ അവിടുന്ന് ഇവിടുന്നും വരും. ഒരു 3ാമത്തെ കാതും കൂടെ വേണം, 3ാം കണ്ണെന്ന് പറയില്ലേ. ഇവിടെ പറയുന്നുണ്ട്, ഗുരുവിൻ്റെ സേവനം ചെയ്തിട്ട് ഗുരുവിൻ്റെ അടുത്ത് നിന്നും മാത്രം കേൾക്കൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗുരു അർത്ഥം നമ്മുടെ ഇരുട്ടകറ്റുന്നത്, നമ്മുടെ ജീവിതത്തിലെ തമസ് ഇല്ലാതാക്കുന്നത് ആരാണോ
നമുക്ക് വെളിച്ചം തരുന്നത് ആരാണോ, നമ്മളെ നന്മയിലേക്ക് ഉയർത്തുന്നത് ആരാണോ, അവരിൽ നിന്ന് മാത്രം കേൾക്കൂ. ബാക്കി വേസ്റ്റ് ഒന്നും എടുക്കരുത്. അതാണ് ശ്രവണം. നല്ലത് മാത്രം കേൾക്കുക. രണ്ടാമത് പറയുന്നത് കീർത്തനം. നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നല്ല കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. കെട്ടത് ഇവിടുന്ന് കിട്ടുന്നത് ആരോടും പറയരുത്. പക്ഷെ നല്ലത് എന്ത് കിട്ടിയാലും എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പം നമ്മളും ദിവസം നല്ലത് കേട്ടോണ്ടിരിക്കുകയല്ലേ? മറ്റുള്ളവരോട് പറയാറുണ്ടോ? ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും ആ ലക്ഷ്യം വയ്ക്കണം. ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ ഭഗവാൻ ഈ വിശ്വവിദ്യാലയത്തിൽ അമ്മമാരെയും പെൺകുട്ടികളെയും മുന്നിൽ വെച്ചിരിക്കുന്നു. അതിൻ്റെ പിന്നിലൊക്കെ ഒരു സൈക്കോളജി ഉണ്ട്. സാധാരണ പൊതുവേ നമുക്കുള്ള സ്ത്രീകൾക്കുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ, സ്ത്രൈണ സംസ്കാരമാണ്. നമുക്ക് കയ്യിലൊന്നും വെക്കാൻ പറ്റില്ല, മനസ്സിലൊന്നും ഇരിക്കില്ല. ആരെ കണ്ടാലും അത് കൊട്ടണം, അത് ആരുടെങ്കിലും എടുത്ത് പറയണം, എവിടെ നിന്ന് എന്ത് കിട്ടിയല്ലോ അല്ലേ. അത് നല്ലതാണോ കെട്ടതാണോ ഒന്നും നോക്കില്ലേ. നമ്മൾ എല്ലാവരോടും സംസാരിക്കും, മനസ്സിൽ വെക്കില്ല. അപ്പം ഭഗവാൻ എന്ത് പറഞ്ഞു? ഈശ്വരൻ എന്ത് ചെയ്തു? ഈ സ്ത്രൈണ സംസ്കാരത്തെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യത്തിന് ഉപയോഗിച്ചു. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കയ്യിൽ കിട്ടിയ കയ്യിൽ വെക്കില്ല, അത് മറ്റുള്ളവരോട് പറയും. ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഈ സന്ദേശം പോയി എല്ലാവരോടും പറഞ്ഞിട്ട് ഭഗവാന്റെ ജ്ഞാനം പോയിട്ട് പറയും. ഈശ്വരൻ എന്താ അറിവ് തരുന്ന ആ അറിവിൻ്റെ വെളിച്ചം എല്ലാവർക്കും ഷെയർ ചെയ്യും. അതിനുവേണ്ടി ജ്ഞാനത്തിൻ്റെ കലശം തന്നെ അമ്മമാരുടെ സഹോദരിമാരുടെ കൈകളിൽ കൊടുത്തിട്ട് ഈ മുഴുവൻ വിശ്വത്തിൽ ജ്ഞാനഗംഗാ പ്രവാഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അമ്മമാരിലൂടെയാണ്, പെൺകുട്ടികളിലൂടെയാണ്. സ്ത്രൈണ സംസ്കാരത്തെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഭഗവാൻ ഉപയോഗിക്കുക. അതുകൊണ്ട് ഈ രാമായണ മാസക്കാലം നമ്മളും ആ സങ്കല്പം എടുക്കണം. ഈ നാവ് ഉപയോഗിച്ച് ഞാൻ സംസാരിക്കുന്നെങ്കിൽ അത് നല്ലത് മാത്രമേ പറയുള്ളൂ. ആരോട് എന്ത് പറയുകയാണെങ്കിലും, ആരെക്കുറിച്ച് പറയുകയാണെങ്കിലും അവരുടെ നല്ലത് പറയണം. എൻ്റെ വീട്ടിലെ കാര്യമാണോ ഏറ്റവും നല്ല കാര്യം മറ്റുള്ളവരോട് പറയണം. എൻ്റെ മക്കളെക്കുറിച്ചാകട്ടെ മരുമക്കളെക്കുറിച്ചാകട്ടെ ആരുടെ ഏത് വിഷയമായിക്കോട്ടെ അവരുടെ നല്ലത് മാത്രമേ ഞാൻ പറയുള്ളൂ. ഈ കാതുകൊണ്ട് ഞാൻ കേൾക്കുന്നുവെങ്കിൽ ആരുടെയെങ്കിലും നല്ലത് മാത്രമേ കേൾക്കുള്ളൂ. അഥവാ ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാത്തതോ വേസ്റ്റോ കുറ്റോ കുറവോ ഒക്കെ പറയാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യണം? ദൂരെ മാറും. അടുത്തത് പറയണ ഭഗവാൻ സ്മരണം. നമുക്ക് സ്മരിക്കേണ്ടത് ആരെയാണ്? ഭഗവാന്റെ സ്മരണ, ഭഗവാന്റെ ഗുണഗാനങ്ങൾ നമ്മൾ സ്മരിക്കണം. ഈശ്വരൻ ആരാ? ഭഗവാൻ എൻ്റെ മാതാവാണ്, പിതാവാണ്, സർവബന്ധുവുമാണ്. ആ സർവശക്തിവാൻ ശാന്തിയുടെ സാഗരാണ്. അത് സ്മരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താവും? ശാന്തിയുടെ ഫീലിംഗ് ഉണ്ടാവും. സർവശക്തിവാനാണ് എൻ്റെ അച്ഛൻ, അത് ഓർമ്മിക്കുമ്പോൾ തന്നെ അതിനാണ് യോഗം എന്ന് പറയുന്നത്. ആ സർവശ്രേഷ്ഠ സ്മൃതി വരുമ്പോൾ തന്നെ ഈശ്വരീയ ശക്തിയുടെ കരണ്ട് നമ്മളിലേക്ക് ഒഴുകുന്ന ഫീലിംഗ് ഉണ്ടായി. ഒരു നിമിഷം നമ്മൾ ഇരുന്നാൽ മതി. സ്നേഹത്തിൻ്റെ കടലാണ് ഈശ്വരൻ. ആ സ്നേഹത്തിൻ്റെ വെളിച്ചം ഭഗവാന്റെ അടുത്ത് നിന്ന് എന്നിലേക്ക് വരിക. ആ വെളിച്ചം വന്നിട്ട് എൻ്റെ മനസ്സിനും ശരീരത്തിനും ശക്തി നൽകുക. സ്നേഹത്തിൻ്റെ ഒരു കടൽ പോലെയായിട്ട് ഞാനും മാറാം, അച്ഛനെ പോലെ. ഈ ഒരു ശ്രേഷ്ഠ സ്മൃതി വരുമ്പോൾ തന്നെ എന്താവും? നമ്മുടെ മനസ്സിലേക്ക് സ്നേഹത്തിൻ്റെ കടല്, ആ സ്നേഹപ്രവാഹം നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ പെരുമാറ്റത്തിലും ഓട്ടോമാറ്റിക്കലി വരും. അടുത്തത് പറയുന്നത് ഭഗവാൻ അർച്ചന. ഓരോ കർമ്മവും ഭഗവാനുള്ള അർച്ചനയായിട്ട് ചെയ്യും, ജോലിയായിട്ടല്ല, വേലയായിട്ടല്ല. സാധാരണ നമ്മൾ എന്താ പറയുക, അയ്യോ ഒരു പണി രാവിലെ തുടങ്ങിയതാ, അടുക്കളപ്പണി, തുണി എഴുതുന്ന പണി, അടിച്ചു തുടയ്ക്കുന്ന. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളാകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ജോലികൾ കൂടുതലാണല്ലോ. വീട്ടുജോലികൾ മണിക്കൂറൊന്നും നോക്കിയല്ലല്ലോ. മറ്റേ ഓഫീസിൽ പോകുന്നവർക്ക് 8 മണിക്കൂർ പണിയെടുത്താൽ മതി. വീട്ടിലിരിക്കുന്ന ഒരു അമ്മയ്ക്ക്, ഒരു സഹോദരിക്ക് എന്ത് ചെയ്യണം? സമയം നോക്കാതെ പണിയെടുക്കണം. മറ്റവർക്ക് പോയാൽ 8 മണിക്കൂറിന് ഇത്ര പൈസ, ഇനി ഓവർ ടൈം ചെയ്താൽ അതിന് സെപ്പറേറ്റ് പൈസ. പക്ഷേ വീട്ടിലെ ജോലിയാണെങ്കിലോ ടൈമും നോക്കാൻ പറ്റില്ല അല്ലേ? എന്നിട്ട് നമുക്ക് അതിന് ആരെങ്കിലും പൈസ തരുന്നുണ്ടോ? നമുക്ക് കിട്ടുന്നുണ്ട് പൈസ. എന്ത് പൈസയാണ്? നശിക്കാത്തൊരു ധനം കിട്ടുന്നുണ്ട്. മറ്റേ കിട്ടുന്ന ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസയൊക്കെ ചിലവാക്കി തീരും. പക്ഷെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നവരെ അധ്വാനിക്കുമ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് കിട്ടുന്ന ധനം എന്താണ്? സാലറി എന്താണ്? നമ്മൾ എന്തൊക്കെ സേവനങ്ങൾ ചെയ്യുന്നു ആ സേവനങ്ങളിലൂടെ നമ്മൾ എത്ര പേർക്ക് സുഖം കൊടുക്കണം, സന്തോഷം കൊടുക്കണം. അപ്പം നമ്മുടെ വീട്ടിലെ ഒരാൾ അല്ലെങ്കിൽ 2 ആൾ 3 ആൾ പുറത്ത് പോവുകയാണ്, അവർക്ക് വേണ്ടുന്ന എല്ലാ ഭക്ഷണ സാമഗ്രികളും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണേ. അവർ പഠിക്കാൻ പോകുന്നവരാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും അവരെല്ലാം അധ്വാനിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ഒരു പുണ്യത്തിൻ്റെ ഷെയർ ആർക്ക് കിട്ടും?
തീർച്ചയായിട്ടും നമുക്ക്. കാരണം അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ആരാ കൊടുക്കണേ? നമ്മൾ. അവർക്ക് ജോലിക്ക് പോകണമെങ്കിൽ നമ്മൾ അതിന് മുമ്പ് എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കുന്നുണ്ടാവും. അപ്പൊ അവരെക്കാളും ത്യാഗം ആരുടേതാണ്? നമ്മുടെ. അപ്പൊ മാർക്ക് കൂടുതൽ ആർക്ക് കിട്ടും? ത്യാഗത്തിനാണ് ഭാഗ്യം. അവരുടെ എല്ലാം തുണി അലക്കി ഇസ്ത്രി ഇട്ട് എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്ന് കൊടുക്കും. അവർ സുഖമായിട്ട് എടുത്തിട്ടിട്ട് പോവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോ കർമ്മവും ചെയ്യുമ്പോൾ ഈ സന്തോഷത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ, ആഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ, എന്തെല്ലാം ജോലികൾ വീട്ടിൽ ചെയ്യുമ്പോഴും അടിച്ചു തുറച്ച് വൃത്തിയാക്കി വെക്കുന്നത് ഉൾപ്പെടെ, എത്ര പേരെ ഒരു വീട്ടിൽ കയറി വരണേ, ആ വീട് വൃത്തിയായിട്ടിരിക്കണ എല്ലാവരുടെയും മനസ്സിന് എത്ര സന്തോഷം. ആ വീട് കണ്ടില്ലേ, കയറി ചെല്ലണം ആ വീട്ടിൽ, എങ്ങനെയാ വീട് വെച്ചിരിക്കണേ, എത്ര വൃത്തിയാക്കിയിട്ടാ, എല്ലാവരും പറയാൻ തുടങ്ങും. എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എത്ര പേർക്ക് നമ്മൾ സുഖം കൊടുക്കണു, സന്തോഷം കൊടുക്കണു, സപ്പോർട്ട് കൊടുക്കണു, അതിൻ്റെ എല്ലാ മാർക്ക് എല്ലാവരുടെ അടുത്തു നിന്നും കുറച്ച് കുറച്ച് പുണ്യം നമുക്ക് കിട്ടും. അപ്പൊ ആ പുണ്യം സന്തോഷത്തിൻ്റെ, സുഖം കൊടുത്തതിൻ്റെ, സപ്പോർട്ട് കൊടുത്തതിൻ്റെ, സഹകരണം കൊടുത്തതിൻ്റെ, ഇത് അവിനാശിയായിട്ടുള്ള ശമ്പളമാണ്. ഇത് ചെലവാക്കി തീരുന്ന സാധനമല്ല. ഇത് പോസിറ്റീവ് ഊർജ്ജമാണ്. അതാണ് നമുക്ക് ശക്തി നൽകിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോകാൻ. ഭഗവാൻ പറയുന്ന ഓരോ ജോലി എന്ത് ചെയ്യൂ അല്ലേ? മക്കൾക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കണോ, ഹസ്ബൻഡിന് വേണ്ടി ഉണ്ടാക്കണോ, അവരുടെ പണി എടുക്കണോ അല്ല. മക്കളെ രാവിലെ മുതൽ വൈകുന്നേരം വീട്ടിലിരുന്നായാലും ഓഫീസിലിരുന്നായാലും എന്ത് ജോലി ചെയ്യണമെങ്കിലും ഭഗവാൻ എന്താ പറയണേ? നിങ്ങൾ എനിക്കുള്ള അർച്ചനയായിട്ട് ചെയ്യും. അമ്പലത്തിൽ പോയിട്ട് നമ്മൾ അർച്ചനയ്ക്ക് കൊടുക്കാതെ വേറെ കാര്യം. പക്ഷെ ഓരോ കർമ്മവും എന്താക്കി മാറ്റി ഭഗവാനുള്ള അർച്ചനയായിട്ട് ചെയ്യുക. അപ്പം എന്താവും? ഓരോന്നും നമ്മൾ വളരെ സ്നേഹത്തോടെ ചെയ്യും. പിന്നെയോ പാദസേവനം, സേവനം ചെയ്യണം. നമ്മൾ എന്താ സർവീസ് ചെയ്യണ്ടേ? അനേക ഭക്തരെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന സേവനം ചെയ്യണം. ഈശ്വരീയ സേവനങ്ങൾ ധാരാളം ചെയ്യുക, നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യുക. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തിയോ ധനോ എല്ലാം നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. ഇതിനെല്ലാം എന്ത് ചെയ്യണം? അനേകരുടെ മംഗളത്തിന് വേണ്ടി ഉപയോഗിക്കണം. നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല ചെലവാക്കേണ്ട, എല്ലാം എല്ലാവർക്കും മംഗളം കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മംഗളത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കണം. പിന്നെന്ത് വേണം? വന്ദനം, വന്ദിക്കണം. ഈശ്വരനെ വന്ദിക്കണം, ബഹുമാനിക്കണം. ഭഗവാനെ പോലെ നന്മകൾ ആരിലെല്ലാം ഉണ്ടോ എല്ലാവരെയും ബഹുമാനിക്കണം. അല്ലാതെ ഞാൻ 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 എന്ന് പറഞ്ഞിട്ടല്ല നടക്കേണ്ടേ. എല്ലാറ്റിലും എന്ത് ചെയ്യുക? മറ്റുള്ളവർക്ക് ബഹുമാനം നമ്മൾ കൊടുക്കുക. പ്രത്യേകിച്ചും എന്തൊക്കെ ഒരു നല്ല കാര്യം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയാലും അവിടെ എല്ലാം ഭഗവാന്റെ പേര് മുന്നിലേക്ക് വയ്ക്കുക. ഓരോ ജോലികൾ കഴിയുമ്പോഴല്ലേ എന്തെങ്കിലും ഒരു നല്ല കാര്യം നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റിയെങ്കിൽ ഉടനെ എന്ത് ചെയ്യുക? ഭഗവാനോട് നന്ദി പറയാം. തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും. പണ്ടൊക്കെ അങ്ങനെയല്ലേ, നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആദ്യം വിളക്ക് വെച്ചിട്ടേ പോവുള്ളൂ, ഭഗവാനോട് ചോദിച്ചിട്ടേ പോവുള്ളൂ, പറഞ്ഞിട്ടേ പോവുള്ളൂ. ചെയ്തു കഴിഞ്ഞാൽ വന്നിട്ടും ഭഗവാനോട് നന്ദി പറയാം. ചെയ്യാൻ കരുത്ത് തന്ന ആളെ, ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളെ സദാ സ്മരിക്കുക, വന്ദിക്കുക. അത് നമുക്ക് ഭഗവാനെ സ്മരിക്കണം. നമ്മുടെ കൂടെ ആരെല്ലാം ഉണ്ട്, ആരുടെയെല്ലാം സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണേ. എല്ലാവർക്കും ഹൃദയം കൊണ്ട് നമ്മൾ വന്ദനം കൊടുക്കണം. ബഹുമാനിക്കേണ്ടവരെ എല്ലാം ബഹുമാനിക്കണം തീർച്ചയായിട്ടും. പിന്നെയോ ലാസ്റ്റിൽ ഭഗവാൻ എന്താ പറയണേ? സഖ്യം. ഭഗവാനെ കൂട്ടുകാരനാക്കൂ. ലക്ഷ്മണൻ രാമൻ്റെ അടുത്ത് നിന്ന് ഒരിക്കലും മാറിയിരിക്കില്ലേ? അർജുനൻ ഭഗവാന്റെ കൂടെ നിൽക്കുന്നത് പോലെ. നമുക്ക് എല്ലാവർക്കും ലക്ഷ്യത്തിലെത്തണമെങ്കിൽ, ലക്ഷ്മണനാകണമെങ്കിൽ എന്ത് ചെയ്യണം? രാമൻ നമ്മുടെ കൂടെ തന്നെ വേണം. രാമനെ പിരിഞ്ഞിരിക്കരുത്. അതുകൊണ്ടാണ് കുട്ടിക്കാലത്തെ പറയില്ലേ, ലക്ഷ്മണന്റെ കരച്ചിൽ തീർക്കാൻ ആര് മാത്രം മതി? രാമന്റെ തൊട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയാൽ മതി, പിന്നെ ലക്ഷ്മണൻ കരയില്ല. അപ്പൊ നമ്മുടെ ജീവിത ദുഃഖങ്ങൾ അകരണമെങ്കിൽ ആര് കൂടെ വേണം? ഫ്രണ്ടാക്കി വെക്കൂ ഈശ്വരൻ. ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല, സദാ കൂട്ടുകാരൻ. ലാസ്റ്റിൽ പറയുന്നത് ഭഗവാന്റെ അടുത്ത് ആത്മനിവേദനം, നമ്മളെ തന്നെ ഭഗവാന് മുന്നിൽ സമർപ്പിക്കുക. പിന്നെ അവിടെ ഞാനില്ല. എന്തുമാത്രം? ഭഗവാൻ 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 മാത്രം എല്ലാറ്റിലും. അതുകൊണ്ടാണ് ഹനുമാന് മാല പൊട്ടിച്ചിട്ട് ഓരോ മുത്തിലും നോക്കുകയാണ്, രാമനെവിടെ മുത്തിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതേ കാണുള്ളൂ, ഞാനെല്ലാം മാറിയിട്ട്, എൻ്റെ എന്നെല്ലാം മാറിയിട്ട് അവിടെ കേവലം സർവശക്തിവാനെ മാത്രം എല്ലാറ്റിലും നമുക്ക് കാണാൻ പറ്റും, ഓരോന്നിലും. അപ്പം ഞാനെന്ന ദുരഭിമാനം, എൻ്റേതെന്ന അഹങ്കാരം നീങ്ങി സർവേശ്വരനെ ദർശിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാൻ. കാരണം ബോസ് അതാണല്ലോ നമ്മുടെ. അങ്ങനെ നമ്മുടെ ഉള്ളിൽ അഹന്തയും വരില്ല, അഹങ്കാരവും വരില്ല, ദുരഭിമാനവും വരില്ല, അല്ലേ? എന്നാൽ എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായിട്ട് ചെയ്യും.
ആ നവതാഭക്തിയുടെ മാർഗത്തിലൂടെ ശബരിക്ക് മോക്ഷം കിട്ടണം. അപ്പം നമുക്ക് ശബരിമാർക്കും മോക്ഷം വേണ്ടേ? അപ്പോൾ ഭഗവാന്റെ ഓർമ്മയിൽ ഒരു നിമിഷം ഇരിക്കും. മുക്തിക്കുള്ള മാർഗം ഭക്തിയാണ്. ആത്മാർത്ഥമായ ഭക്തി, നവതാ ഭക്തി ശബരിക്ക് മോക്ഷം നൽകിയതുപോലെ ഈ രാമായണ മാസം എനിക്കും ഭഗവാൻ മുക്തിക്കുള്ള യുക്തി പറഞ്ഞു തരികയാണ്. ഈ രാമായണാമൃതം തന്നെ മോക്ഷപ്രാപ്തിക്കുള്ള മാർഗമാണ്. അറിവിൻ്റെ വെളിച്ചവും നൽകുന്നുണ്ട്. ഞാൻ എൻ്റെ എന്ന ഭാവത്തെ സമർപ്പിച്ച് ശുദ്ധാത്മാവായ എനിക്ക് പരമാത്മസ്മൃതി ഉണർത്തിക്കൊണ്ട് ജീവിതയാത്രയിൽ സാഫല്യം കൈവരിക്കാൻ കിട്ടിയ അവസരമാണ് ഈ രാമായണാമൃത സത്സംഗം. ഓം ശാന്തി.